ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ച ഊണിന് ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കണേ. നമ്മുടെ ചീരത്തണ്ട് വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ തണ്ട് അതിന് ഉള്ളതുകൊണ്ട് ഞാൻ തണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ വിചാരിച്ചു ഒന്നില്ലെങ്കിൽ അവിയൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ കഷ്ണങ്ങളില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, ചീരത്തണ്ട് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മീഡിയം സൈസിൽ കട്ട് ചെയ്തു. ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, പാകത്തിന് വെള്ളം, ഉപ്പും ചേർത്ത് നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തുവരപ്പരിപ്പ് ഞാൻ കഴുകിയിട്ട് പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിവിടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. അപ്പം നാളികേരത്തിൻ്റെ കൂടെ ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേനും തുവരപ്പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോയിലിംഗ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ചേർക്കാം. ഇനി പരിപ്പും ഈ തണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇളക്കി കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് ഇവിടെ ബോയിലാവട്ടെ. ഇനിയിപ്പോൾ നാളികേരവും അരച്ച് കിട്ടിയിട്ടുണ്ട്. ഈ പേസ്റ്റ് നമുക്ക് ഈ തിളയ്ക്കുന്ന ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി കറിയാണിത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വറവിടാം. കടുക് പൊട്ടിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുവന്ന മുളകിൻ്റെ ഒപ്പം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കരിവേപ്പിലയും നന്നായി ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൂപ്പിച്ച് കറിയിൽ ആഡ് ചെയ്യുമ്പോൾ അതൊരു വേറെ തന്നെ ടേസ്റ്റാണ്, അത് പ്രത്യേകിച്ചും വെളിച്ചെണ്ണയിൽ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീരത്തണ്ട് വെച്ചിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണിന് ഇതാണ് ഇന്നുണ്ടാക്കിയത്. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും. സിമ്പിളുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.